വിസിബിൾ അല്ലേ സ്ക്രീന്? സോ നമ്മൾ CNNസിൽ കേർണൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പൂളിങ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് കുറച്ചുകൂടി ഡീപ്പറായിട്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് ടോട്ടലി ആ ഒരു ഇമേജ് ഹാൻഡിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് പിക്സൽസ് വരും, അതേപോലെ തന്നെ ഒരുപാട് ന്യൂറോൺസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ ഒരു സർട്ടൻ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഏരിയയുടെ ഡീറ്റെയിൽസ് എടുക്കും. അത് കേർണൽസ് യൂസ് ചെയ്തിട്ട്, കേർണൽസ് എന്ന് പറഞ്ഞാൽ 3x3 അല്ലെങ്കിൽ 5x5 എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഏരിയ മാത്രം ഫോക്കസ് ചെയ്യും. അതിൻ്റെ കൂടെ ആ ഒരു പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതെടുക്കുന്നത് അതിൻ്റെ പിക്സൽസ് ഇൻ കേസ് ചേഞ്ച് ആയാലും ആ ഒരു ടൈമിൽ ഇപ്പോൾ മാക്സ് പൂളിംഗ് ആണ് എടുക്കണമെങ്കിൽ ആ ഒരു പിക്സൽസിനെ ഓൾറെഡി ആ ഒരു ഷാർപ്പൻ ഏരിയാസ് അവിടെ ഒരുപാട് ചേഞ്ച് വരില്ല. അപ്പോൾ മാക്സ് വാല്യൂസ് എടുക്കുക എന്നുണ്ടെങ്കിൽ സ്റ്റിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ ആണത് യൂസ് ചെയ്യുക പൂളിംഗ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് വൈ ആർ കൺവല്യൂഷണൽ ലെയേഴ്സ് ബിഫോർ ഡെൻസ് ലെയേഴ്സ്? നമ്മൾ ഫൈനൽ ലെയറിൽ മാത്രമാണ് അവിടെ ആ ഒരു ഡെൻസ് ലെയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ഈ ഒരു കൺവല്യൂഷണൽ ലെയേഴ്സ് യൂസ് ചെയ്യുന്നില്ല. സോ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ന്യൂറോണിനെയും ഇൻഡിവിജ്വലി അതിൻ്റെ ഡീറ്റെയിൽസ് ലേൺ ചെയ്യിപ്പിക്കാനാണ്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിക്സൽസ് ആയിട്ടാണ് ഇൻപുട്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 150x150 എന്ന് കൊടുത്താൽ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ബയാസും കൂടി പാസ് ചെയ്യണം. പാരാമീറ്റേഴ്സ് എത്തിയില്ലേ? അപ്പോൾ സോ ഒരു പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കമ്പ്യൂട്ടേഷനും യൂസ് ചെയ്യേണ്ടി വരും. അതേസമയം ഒരു കേർണലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബെനിഫിറ്റ്സ് വരുന്നത് ഫാർ ഫ്യൂവർ പാരാമീറ്റേഴ്സ്, ലോവർ മെമ്മറി യൂസേജ്, ഫാസ്റ്റർ ട്രെയിനിങ്, ഡിറ്റക്ട്സ് ദ സെയിം ഫീച്ചർ റിഗാർഡ്ലെസ് ഓഫ് പൊസിഷൻ. സോ ഈ ഒരു ഇമേജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഇതിനെ ടോട്ടലി ലേൺ ചെയ്യിപ്പിക്കുന്നതും ഒരു ഹെവി പ്രോസസ്സാണ്. സോ അതേ സമയം ഓരോ റീജിയൻസ് ആയിട്ട് ലേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു റീജിയൻ, അടുത്തത് ഒരു പിക്സൽസിൻ്റെ കുറച്ച് റീജിയൻ, അടുത്ത കാണൽ. സോ എല്ലാം കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഇതിൻ്റെ ഉള്ളിൽ കേർണലും ആ ഒരു പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡും യൂസ് ചെയ്യുന്നത്. സോ ഇത് അതിൻ്റെ കമ്പാരിസൺ ആണ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 150x150 ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 3 ചാനലും കൂടി വരുന്നുണ്ട് RGBയുടെ, റെഡ്, ഗ്രീൻ, ബ്ലൂ. അതാണ് *3 എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത്. 3x3 കേർണൽ *9 വെയ്റ്റ്സ്. ഇതിൽ ടോട്ടൽ എത്ര പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്? 150x150x3 67,500 വരും പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ. ദെൻ ഈ 67,500 ഇൻറ്റു ഒരു ഹിഡൻ ലെയറിൽ 128 ന്യൂറോൺസ് മിനിമം യൂസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ 67,500 ഇൻറ്റു 128 8.64 മില്യൺ ആണ് അവിടെ വരുന്നത്. അതേസമയം ഒരു 3x3 കേർണൽ കൺസിഡർ ചെയ്യാണ്. സോ 3x3 9 വെയ്റ്റ്സ് വരും. അതിൻ്റെ കൂടെ 3 ചാനൽസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ 27 വെയ്റ്റ്സ് ആണ് വരുന്നത്. സോ 27 ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 32 ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാണ് ന്യൂറോൺസ്. സോ ടോട്ടലി 864 വെയ്റ്റ്സേ വരുന്നുള്ളൂ. സോ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഭയങ്കര കുറവായിരിക്കും. സ്റ്റിൽ ഈ പ്രോസസ്സ് 1x1 ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ കേർണൽസും അത്രയും സ്പെസിഫിക് ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അതിന് കൂടുതൽ ഡീറ്റെയിലിംഗ് കിട്ടും. ഇമേജ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമേജിൻ്റെ ഓവറോൾ ഇത് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ സൂം ചെയ്തിട്ട് ഡീറ്റെയിൽസ് നോക്കില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഒരു പിക്സൽ ഒരു ഗ്രൂപ്പ് ഓഫ് പിക്സൽസ് അവിടെ യൂസ് ചെയ്തിട്ട് കേർണൽ എന്ന് പറയും. ആ കേർണലിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ വൈ ഡോണ്ട് ഓൾ ഫിൽറ്റേഴ്സ് ലേൺ ദ സെയിം തിങ്? ഇതിപ്പോൾ ചേഞ്ച് ചെയ്താലും എവറി filter starts with random values. During back propagation, each filter receives different gradient appeals. Eventually, one filter may specialize in grass, another in sky, and different areas-ലാണ് ഓരോ ഫിൽറ്റേഴ്സും ഫോക്കസ് ചെയ്യുക. ആൻഡ് വൈ ഡസ് ഡീപ്പർ യൂഷ്വലി മീൻ ബെറ്റർ? ഇമാജിൻ ഐഡൻറ്റിഫൈങ് എ ഫേസ്. ആദ്യത്തെ ലെയറിൽ എഡ്ജസ് ഫൈൻഡ് ചെയ്യുന്നു, രണ്ടാമത്തേൽ ഐസ് ഫൈൻഡ് ചെയ്യുന്നു, മൂന്നാമത്തേൽ നോസ് ആൻഡ് ഫൈൻഡിങ് ഫേസ്. കോംപ്ലക്സിറ്റി കൂടി വരുന്ന ഒരു രീതിയിലാണ് ഓരോന്ന് വർക്ക് ചെയ്യുക ഓരോ ലെയറിലും.
സോ CNN built increasingly complex concept by combining simpler ones. സോ ഇതിൽ ഏതെങ്കിലും ഒരു ലെയർ മിസ്സായി പോയാൽ പോലും അതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡിക്ഷൻ കറക്റ്റ് ആവില്ല. ഇപ്പോൾ എഡ്ജസ് ഒന്നും ഡിറ്റക്ട് ചെയ്യാണ്ട് ഫേസിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഫസ്റ്റത്തെ ലെയറിനെ പോയി അല്ലെങ്കിൽ മിഡിലുള്ള ഏതെങ്കിലും ഒരെണ്ണം പോയാലും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടു ഡീപ്പ് ആണെന്നുണ്ടെങ്കിൽ ഹാർഡർ ഒപ്റ്റിമൈസേഷൻ ആയിരിക്കും ആൻഡ് മോർ മെമ്മറി റിക്വയർഡ്, ഗ്രേറ്റർ ഓവർഫിറ്റിംഗ് റിസ്ക്. And why does back propagation work through convolution? Many think convolution is a special operation that cannot learn. It can. അതായത് നമ്മൾ ANNൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും ആ ഒരു ഇമേജസിൻ്റെ ഫീച്ചേഴ്സ് ആ ഒരു ഹിഡൻ ലെയേഴ്സിൽ ലേൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, ലേൺ ചെയ്ത് ആ ഫീച്ചേഴ്സ് കമ്പാരിസൺ നടക്കുന്നുണ്ട്, അതിൻ്റെ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡെൻസ് ലെയറിൽ ഇപ്പോൾ സോഫ്റ്റ് മാക്സ് ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഫൈനലി ഒരു ഔട്ട് കൊടുക്കുന്നത് അതിൻ്റെ പ്രോബബിലിറ്റിക്ക് അനുസരിച്ചിട്ട്. ഇപ്പോൾ മൾട്ടി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഡോഗ്, ക്യാറ്റ്, ബേർഡ്, ഇപ്പോൾ ഡോഗിന് എത്ര പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതാ പാറ്റേൺസ് ലേൺ ചെയ്യുന്നുണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. ഇമേജസ് എന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെടുത്ത ഇതിലാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്സിൻ്റെ ഡീറ്റെയിൽസ് ലേൺ ചെയ്യുന്നുണ്ടാവും, ട്രീസിൻ്റെ ലേൺ ചെയ്യുന്നുണ്ടാവും. ആദ്യം ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ലേൺ ചെയ്യും, പിന്നെ അതിൻ്റെ ഷേപ്സ്, കർവ്സ്, പിന്നെ ആ ഗ്രൂപ്പ് ഓഫ് ട്രീസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു ഇമേജിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ഏത് ടൈപ്പാണെന്ന് അവിടെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. സോ പ്രൊഡിക്ഷൻ, ലോസ്, ബാക്ക് പ്രൊപ്പഗേഷൻ, അപ്ഡേറ്റ് കേർണൽ വെയ്റ്റ്സ്. സോ ഈ കേർണൽ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് എഗെയിൻ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ANNൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലോട്ട് നോക്കില്ലേ, അതേപോലെ ഈ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യും, ഒപ്റ്റിമൈസേഴ്സ് യൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇനീഷ്യലൈസേഴ്സ് വെച്ചിട്ട് എഗെയിൻ ആ ഒരു വെയ്റ്റ്സ് ചേഞ്ച് ചെയ്തിട്ട് എഗെയിൻ ചെക്ക് ചെയ്യും ഔട്ട്പുട്ടിൽ പോയിട്ട്. സോ അവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല, ഇനി ഇമ്പ്രൂവ് ചെയ്യാണ്ട് ലോസ് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബാക്കിലോട്ട് വന്നിട്ട് ബാക്ക് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇഫ് എ ഫിൽറ്റർ ഇൻകറക്റ്റ്ലി റെസ്പോൺസ് ടു വാട്ടർ when it should respond to mountains, gradients adjust its weights so future responses improve. സോ ഏത് ടൈപ്പിലാണെന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഒരു വെയിറ്റ് അപ്ഡേഷൻ നടക്കുക. നമുക്ക് എന്താണോ ഔട്ട് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ദ ലേണിംഗ് മെക്കാനിസം ഈസ് ദ സെയിം ആസ് ഇൻ ഓർഡിനറി ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഓൺലി ദ കമ്പ്യൂട്ടേഷൻ ഡിഫേഴ്സ്. സോ ഇവിടെ നടക്കുന്ന ആ ഒരു ലെയേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റും കമ്പ്യൂട്ടേഷനും മാത്രമേ മാറുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരു ANN പോലെ തന്നെ അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് വൈ CNNs become more confident ever over epochs. സോ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ എപ്പോഴ്സ് കഴിയുമ്പോഴും എങ്ങനെയാണ് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയി വരുന്നത്. അറ്റ് ദ ബിഗിനിങ് മൗണ്ടെയിൻ അതിൻ്റെ ഒരു കോൺഫിഡൻസ്, നമ്മൾ സോഫ്റ്റ് മാക്സ് ആണ് യൂസ് ചെയ്യണമെങ്കിലും ഫൈനൽ പ്രൊഡിക്ഷനിൽ പ്രോബബിലിറ്റി നോക്കിയിരുന്നില്ലേ, എത്രയാണ് ഇത് ആവാനുള്ള പ്രോബബിലിറ്റി. ഇപ്പോൾ ക്യാറ്റ് എന്നുള്ളത് 92% പ്രോബബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഹൈ കോൺഫിഡൻസ് ആണ്. അതേസമയം ക്യാറ്റ് എന്നുള്ള ഒരു 8% പ്രൊഡിക്ഷൻ കറക്റ്റാണ്, 8% പ്രോബബിലിറ്റി ഉള്ളെങ്കിൽ അതിന് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. സോ മൗണ്ടെയിൻ 25%, ഫോറസ്റ്റ് 20%, സി 18%, ബിൽഡിംഗ് 19%. സോ ദ മോഡൽ ഈസ് അൺസർട്ടൈൻ. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്സിലൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ കോൺഫിഡൻസ് വരിക. കാരണം റാൻഡമായിട്ടാണ് ഇതിൽ വെയ്റ്റ്സ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് റോങ് തന്നെ ആയിരിക്കും, പക്ഷെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. അത് അൺസർട്ടൈൻ വാല്യൂസ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ആ റാൻഡം കൊടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റാൻഡമായിട്ട് വെയ്റ്റ്സ് പാസ് ചെയ്തിട്ട് പിന്നീട് ഇതിനെ ഇമ്പ്രൂവ് ചെയ്ത് ഓവർ എപ്പോർട്സ് കൊണ്ടുവരുന്നത്. So the model is uncertain. After many updates, mountain becomes 98%. ഇപ്പോൾ നമ്മുടെ ഒരു ഇതിലാണെന്നുണ്ടെങ്കിൽ ക്യാറ്റ് 92%, ബാക്കി രണ്ടും കുറവുള്ളതായിരുന്നു. സോ ആ ഒരു ടൈമിലാണ് ഫൈനൽ എപ്പോഴ്സിലൊക്കെയാണ് ഈ ഒരു ഇത് കോൺഫിഡൻ്റ് ആയിട്ട് വരുന്നത്. സോ ആ കോൺഫിഡൻസ് കൂടുമ്പോൾ മാത്രമാണ് കറക്റ്റ്ലി അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ളത് ലോ ആവും. സോ 98% മൗണ്ടൻ ആവുന്നു, ഫോറസ്റ്റിൻ്റെ 1%, ആൻഡ് സി 0.5%, ബിൽഡിംഗ് 0.5%. അപ്പോൾ ആ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞു, അത് ലേൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഇത്രയും കോൺഫിഡൻസ് അതിന് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂസ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും അത്രയും എഫേർട്സ് വരെ നിൽക്കുന്നത്. പക്ഷേ ഇത് ആ അക്യുറസിയും ഇൻക്രീസ് ആവും, അതേപോലെ ലോസും ഡിക്രീസ് ആവും. ലോസ് ഡിക്രീസ് ആവുകയാണ് ചെയ്യുക.
Each approach slightly improves the filters by reducing the loss, making the feature detectors increasingly discriminating. So why the CNN is a good beginner architecture? സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കണേ ഫസ്റ്റ് ഇൻപുട്ട് ആ ഒരു 150x150x3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമേജിൻ്റെ പിക്സൽ സൈസാണ് 150x150. പിന്നെ കളർ ഇമേജാണ് യൂസ് ചെയ്യുന്നത് RGB. ഗ്രേ സ്കെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ചാനലോ രണ്ട് ചാനൽ എന്താ വരുള്ളൂ. അപ്പോൾ ഇതിൽ ഡെപ്ത്ത് 3 ചാനലാണ് വരുന്നത്, റെഡ് ഗ്രീൻ ബ്ലൂ. അതിനാണ് x3 എന്ന് കൊടുത്തേക്കുന്നത്. സോ കൺവല്യൂഷൻ ലെയറിൽ 32 ന്യൂറോൺസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ മാക്സ് പൂളിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ കൺവല്യൂഷണൽ 64 മാക്സ് പൂളിംഗ് അപ്ലൈ ചെയ്യുന്നു, കൺവല്യൂഷണൽ 128. സോ ഇതിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി കൂടുന്നതുകൊണ്ടാണ് 32 64 അപ്ഗ്രേഡ് ചെയ്തത്, അവിടെ നിന്ന് 128 അപ്ഗ്രേഡ് ചെയ്തത്. ദെൻ അതിലും മാക്സ് പൂളിംഗ് അപ്ലൈ ചെയ്യുക. പിന്നെ ഇൻഡിവിജ്വലി ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഡെൻസ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഔട്ട്പുട്ടിൻ്റെ തൊട്ട് മുന്നേ. അതിൻ്റെ മുന്നത്തെ ലെയേഴ്സിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഷനും വരും. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു ലീനിയറിറ്റി അതേപോലെ പോകുന്നുണ്ട്. പക്ഷെ ഫൈനലി അതിന് കറക്റ്റ് പ്രൊഡിക്ഷൻസ് വരണം. ആൻഡ് ഇതിനെ ടോട്ടലി കണക്ട് ചെയ്ത് എല്ലാ ന്യൂറോൺസും കൂടി ലേൺ ചെയ്യിപ്പിക്കണം. അല്ലാത്തതിലൊക്കെ ഓരോ ന്യൂറോൺസും ഈ ഫീച്ചേഴ്സ് ഇൻഡിവിജ്വലി ആണ് ലേൺ ചെയ്യുന്നത് CNN-ൽ. ഒരു ഡെൻസ് 128 ന്യൂറോൺസ് ഉള്ള ഡെൻസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഡ്രോപ്പ് ഔട്ട് 0.5, റാൻഡംനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഫിറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 0.5 എന്നുള്ള ഒരു 50% ന്യൂറോൺസ് ഓഫ് ചെയ്യണം അവിടെ. ദെൻ ഡെൻസ് 6 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെയർ. ഇപ്പം നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ 6 കാറ്റഗറീസ് ഉണ്ടായിരുന്നു എടുത്ത ആ ഒരു ഡാറ്റ സെറ്റിൽ. ബിൽഡിങ്സ്, ഫോറസ്റ്റ്, മൗണ്ടൻസ് അങ്ങനെ പറഞ്ഞിട്ട്. സോ ആ ഒരു ഇതിലാണ് ഒരു ഡെൻസ് നെറ്റ്വർക്ക് 6 എണ്ണമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, 6 ലെയേഴ്സ്. അപ്പോൾ ഫൈനലി സോഫ്റ്റ് മാക്സ് അപ്ലൈ ചെയ്യുന്നു. സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു ഇത്. ഇങ്ങോട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചായിരുന്നോ ഈ ഫോൾഡറിലല്ലേ? ഇത് ഈ പാത്ത് ഇങ്ങനെ തന്നെയാണോ വരണത് നോക്കണേ. ഇത് മെയിൻ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഒരു സെഗ്മെൻറ്റേഷൻ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. സെഗ്മെൻറ്റേഷൻ ഒറ്റ ഫോൾഡറേ ഉള്ള 2 ഫോൾഡർ ഉണ്ടോ നോക്കുക. രണ്ടെണ്ണം ഉണ്ടോ? സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്നുള്ളതിൽ എഗെയിൻ ഒരു സെഗ്മെൻറ്റേഷൻ ട്രെയിൻ ഉണ്ടോ നോക്കുക. ഇല്ല. ഇങ്ങനെ വരുന്നില്ല. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡർ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗത്താണ് അടുത്തത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. നീ ഡൗൺലോഡ് ചെയ്താ ഒരു ഇന്റൽ ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ സെറ്റ് ഉണ്ടാവും. കാരിയർ ഒരു പുനീത് ബൻസാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ് ക്ലാസിഫിക്കേഷൻ. ശ്രീഹരി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, ഇല്ല.
കാഗ്ലിൽ പോയിട്ടേ ഈ ഒരു ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഈ ഫസ്റ്റ് കാണുന്ന ഡാറ്റ സെറ്റില്ലേ ഒരു 1727 സ്റ്റാർസ് ഉണ്ടാവും. പുനീത് ബാൻസാൾ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു ഡാറ്റ സെറ്റ് ഡൗൺലോഡ് ചെയ്യാം. സിപ്പായിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. അതിൽ പാണ്ടാസ് ഇത് ടേബിൾ അല്ലല്ലോ, ഡാറ്റ ഫ്രെയിം അല്ല. അത് മൊത്തം ഡൗൺലോഡ് ചെയ്തോ, സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്യണം. പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സോ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. ഇത് ടൈപ്പ് ചെയ്ത് വെച്ചു ജസ്റ്റ് ടെൻസർഫ്ലോവിൻ്റെ ഒരു ലൈബ്രറീസ്. ഡൗൺലോഡ് എന്നുള്ളതിൽ ഇതിപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഈ പേജിൽ ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അതിൽ ഡൗൺലോഡ് ഡാറ്റ സെറ്റ് എസ് 363 MB ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് തൽക്കാലം ആ ഒരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചോ. പിന്നെ കോപ്പി ചെയ്താൽ മതി. ഒരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. .ipamd എന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കുക. ഇതിൽ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. സെഗ്മെൻറ്റേഷൻ സെഗ്മെൻറ്റേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്. ദെൻ പ്രഡിക്ഷന് കുറച്ച് ഇമേജസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇമേജസ് ഉണ്ട്. ഇനിയിപ്പോൾ ഡീറ്റെയിൽസ് അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോവാം. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഇമേജസ് എന്നുള്ളത് വരും. സോ ഇത് ടോട്ടലി ഇതിൻ്റെ സൈസസ് എന്ന് പറയുന്നത് 150 × 150 പിക്സൽസ് ആണ് എല്ലാത്തിലും. ഇപ്പോൾ സെഗ്മെൻറ്റേഷൻ പ്രെഡിൽ വരുന്നതാണ് ഇത്. സെഗ്മെൻറ്റേഷൻ ടെസ്റ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്സിൻ്റെ ഒരു 437 ഫയൽസ് അങ്ങനെ സെപ്പറേറ്റ് ഓരോന്നിനും എത്ര ഫയൽസ് ഉണ്ടെന്ന് ആ ഒരു ഡാറ്റ സെറ്റിൽ കാണിക്കും. പിന്നെ സമ്മറി നോക്കുകയെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഇമേജ് ഡാറ്റ ഓഫ് നാച്ചുറൽ സീൻസ് അറൗണ്ട് ദി വേൾഡ്. സോ ഇതിലെങ്ങനെ ടോട്ടലി 25,000 ഇമേജസ് ഉണ്ട്. സൈസ് എന്ന് പറയുന്നത് 150 × 150 ആണ്. ആൻഡ് ഈ സൈസ് എല്ലാത്തിനും ഒരേപോലെ കൊടുത്തേക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഡൽ ഇതേപോലെ ആയിരിക്കും ട്രെയിൻ ചെയ്യിപ്പിച്ചേക്കണം. ഇനി ഇൻ കേസ് നമുക്ക് ഹയർ സൈസിലോ ലോവർ സൈസിലോ ഉണ്ട്. ലോവർ സൈസിൽ അങ്ങനെ അത് യൂസ് ചെയ്യില്ല. ഹയർ ക്ലാരിറ്റി സൈസൊക്കെ വരിക എന്നുണ്ടെങ്കിലും ഈ ഒരു 150-ലായിരിക്കും കൺവേർട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. കാരണം എല്ലാത്തിൻ്റെയും പ്രോസസ്സിങ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഒരേ സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ 224 × 224 ആണ് യൂസ് ചെയ്യുക. പിന്നെ കുറച്ചുകൂടി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 512 × 512 അങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യുക. ഇപ്പോൾ VGG60 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലിലൊക്കെയാണ് 224 ഒക്കെയാണ് നോർമലി ഒരു സൈസായിട്ട് കൊടുക്കുക. കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു 150 ഇനഫാണ്. പിന്നെ കുറച്ച് കമ്പ്യൂട്ടേഷൻ കൂടുക, അതാണ് വ്യത്യാസം. കാരണം അതിൻ്റെ പിക്സലിൻ്റെ സൈസ് കൂടുന്തോറും അത്ര സൈസ് വരില്ലേ. അപ്പോൾ പ്രോസസ്സിങ്ങിന് കുറച്ചുകൂടി ടൈം എടുക്കും. സോ ഇതിൽ 6 കാറ്റഗറീസ് ഉണ്ട്. സോ അതിന് നമ്മൾ എൻകോഡിങ് ചെയ്യില്ലേ, അതേപോലെ ബിൽഡിങ്സിന് 0, ഫോറസ്റ്റിന് 1, ഗ്ലേസിയറിന് 2, മൗണ്ടന് 3, C4, സ്ട്രീറ്റ് 5 ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ലേബിൾസ്. സോ പ്രഡിക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക. കാരണം ന്യൂറൽ നെറ്റ്വർക്കിൽ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. The train, test and prediction data is separated in each zip files. There are around 14K images in train, 3K in test and 7K in prediction. This data was initially published and path ഒക്കെയാണ്. സോ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് CNN ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഇമേജസിനെ ക്ലാസിഫൈ ചെയ്യണം. എന്താണ് ടൈപ്പ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ടൈപ്പ് തന്നിട്ടുണ്ട്, അതിൻ്റെ അത് ലേബലിംഗ് തന്നിട്ടുണ്ട്. സോ നമ്മളൊരു CNN ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതാണ് ടാസ്ക്.
ഒരു ഇമേജ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക നമ്മൾ? എത്ര പിക്സൽസ് അതിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ്. ഈ മോണിറ്റർ 4K ആണ്, 4K ആണ് തോന്നുന്നു, 4K 2K എന്താണ്. 2K എന്ന് പറയുമ്പോൾ 2000 ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ആ അറ്റത്ത് ഒരു 2760 പിക്സൽ എന്ന് എഴുതി കാണില്ലേ, 30 FPS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2K മോണിറ്ററിൻ്റെ വാല്യൂ എത്ര നോക്കുക. ഇതാണ് അതിൻ്റെ പിക്സൽ സൈസ്, 2560 ഇൻറ്റു 1440 പിക്സൽസ്. സോ അതിൽ ടോട്ടലി എത്ര പിക്സൽസ് ഉണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 2560 ഇൻറ്റു എത്രയായിരുന്നു, 1440. സോ ഈ ടോട്ടൽ മോണിറ്ററിൽ ഇത്രയും പിക്സൽസ് ഉണ്ടാവും. 36,86,400 അത്രയും പിക്സൽസ് ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഒരു ഇമേജസ് എന്ന് പറയുമ്പോൾ 150 ഇൻറ്റു 150. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പം ഇന്നലെ പറഞ്ഞില്ലേ, ഇപ്പോൾ സാംസങ്ങിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ 200 MB എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി 8K ഒക്കെ ആവും. ഇതിപ്പോൾ 2Kയുടെ മോഡൽ അതുകൊണ്ട് കാണിക്കണേ, 2160 പിക്സൽ എന്ന് പറഞ്ഞിട്ട് അറ്റത്ത്. അപ്പോൾ ഡിസ്പ്ലേ റെസൊല്യൂഷൻ ഇപ്പോൾ നമുക്ക് 8Kയുടെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതേപോലെ ഡിഫറൻസ് വരും. വാട്ട് ഈസ് സ്ക്രീൻ റെസൊല്യൂഷൻ അൾട്രാ HD. ഈ ടൈപ്പ് റെസൊല്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 8K അൾട്രാ HD ആണെന്നുണ്ടെങ്കിൽ 7680 ഇൻറ്റു 4320. 3 crore 331,77,600 അത്രയും പിക്സൽസ് അതിലുണ്ടാവും. അതായത് ഒരു ചെറിയൊരു സ്പേസിൽ ഇത്ര പിക്സൽസ് എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു പിക്സൽസിൻ്റെ വാല്യൂ കുറയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറയും. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് ഇപ്പോൾ നമ്മൾ ഈ ഒരു CNN-ൽ കേർണൽസ് യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ടോട്ടൽ ഇമേജസ് അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ എത്ര പിക്സൽസ് ടോട്ടലിൽ നിന്ന് നോക്കുള്ളൂ. പക്ഷേ ഈ കേർണൽ ഓരോ സൈസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കിട്ടും. അപ്പോൾ ഈ 8K മോണിറ്ററിലൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു ഡോട്ടിൽ തന്നെ എത്ര പിക്സൽസ് ഉണ്ടെന്നാണ് നോക്കുക. ഇപ്പോൾ 3 കോടി പിക്സൽസ് അതിൽ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പേസിൽ എത്ര പിക്സൽസ് അറേഞ്ച് ചെയ്യണം, ആ ഒരു രീതിയിലാണ് ക്ലാരിറ്റി വരിക. സോ ടെൻസർഫ്ലോൻ്റെ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക. ടെൻസർഫ്ലോ STF എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഇമ്പോർട്ട് ആവാത്തതുണ്ടോ? ടെൻസർഫ്ലോ എന്തായിരുന്നു വർക്കാവണില്ലേ? ഇമ്പോർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ആ ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്താൽ മതി. ഡൗൺലോഡ് ആയോ? അപ്പോൾ അതിൽ ഫോൾഡർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് നീ വർക്ക് ചെയ്യണ ഫോൾഡറില്ലേ, ബേസ് കോഡിൽ അതിൽ കൊണ്ടിട്ടാൽ മതി. ഫോൾഡർ അങ്ങനെ കൊണ്ട് വേസ്റ്റ് ചെയ്യണം, സെപ്പറേറ്റ് ഇടണം. സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും ഭാഗത്ത് മൊത്തം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൽ ഇതിൽ ഡാറ്റ ഫ്രെയിം ആയിട്ടല്ല, ഓരോ പാത്തൊന്നും ഇങ്ങനെ റീഡ് ചെയ്യാണ്. അപ്പോൾ പാണ്ടാസ് അങ്ങനെ യൂസ് ചെയ്യണില്ല. ദെൻ വിഷ്വലൈസേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാപ്ലോട്ട്ലിബ് ഇമ്പോർട്ട് ചെയ്യുക. ടെൻസർഫ്ലോ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.
സോ ഇമ്പോർട്ട് ടെൻസർ ഫ്ലോ ആസ് ടി എഫ്. പിന്നെ നമ്മൾ നേരത്തെ ANN-ലായിരുന്നു പ്രോസസ്സ് ചെയ്തായിരുന്നു, ഇപ്പോൾ CNN-ൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രം ടെൻസർ ഫ്ലോ ഡോട്ട് കെറാസ് പ്രീ പ്രോസസ്സിങ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്കെയിലറൊക്കെ യൂസ് ചെയ്യില്ലേ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത് പ്രീ പ്രോസസ്സിങ്ങിലാണ് അതൊക്കെ യൂസ് ചെയ്തായിരുന്നത്. സോ ഇതിൻ്റെ പ്രീ പ്രോസസ്സിങ്ങിൽ ഇമേജ് എന്നുള്ളതിന് ഇമ്പോർട്ട് ഇമേജ് ഡാറ്റ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു പ്രീ പ്രോസസ്സിങ്. ഫ്ലാറ്റൻ ഡെൻസ് ഡ്രോപ്പ് ഔട്ട് ഒറ്റതായിട്ട് കോമറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അത് സെപ്പറേറ്റ് അങ്ങനെ വരുന്നതുകൊണ്ടാണ്, ഓരോ പ്രോസസ്സിങ് സെപ്പറേറ്റ് വരുന്നതുകൊണ്ടാണ് അതിന് കൊടുത്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല, ഒറ്റത്തിലായിട്ട് കൊടുത്താലും. ദെൻ ടെൻസർ ഫ്ലോ കെറാസ് മോഡൽസ് സീക്വൻഷ്യൽ. നമ്മൾ 2 ടൈപ്പാണ് പറഞ്ഞത്, സീക്വൻഷ്യലും ഫങ്ഷണലും. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻപുട്സ് അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീക്വൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫങ്ഷണൽ API എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇതിൽ ആ ഒരു മോഡൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺവല്യൂഷണൽ 2D എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേർണൽസ് ആയിട്ട്. സോ അതിനാണ് കൺവല്യൂഷണൽ 2D എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ലെയേഴ്സ് എന്ന്. ആൻഡ് മാക്സ് പൂളിംഗ് 2D എന്ന് പറഞ്ഞിട്ട് കേർണൽസിൻ്റെ ഉള്ളിൽ അഗെയിൻ പൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് വരുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്നത് മാക്സ് പൂളിംഗ് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്, അതുകൊണ്ട് മാക്സ് പൂളിംഗ് 2D എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ ഫ്രം ടെൻസർ ഫ്ലോ ഡോട്ട് കെറാസ് ലെയേഴ്സ് ഇമ്പോർട്ട് ഫ്ലാറ്റൻ. നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് ലെയറിൻ്റെ മുന്നേ ഒന്ന് ഫ്ലാറ്റൻ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഈ ഒരു നെറ്റ്വർക്കിനെ ഡെൻസ് നെറ്റ്വർക്ക് ആക്കിയിട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. സോ ഇൻഡിവിജ്വലി ആ ഒരു ഫൈൻഡിങ്സ്, ഫീച്ചർ മാപ്സ് എന്ന് പറയും, എല്ലാ ഫൈൻഡിങ്സും കൂടി ഈ ഒരു കേർണൽ ഫൈൻഡിങ്സ് എല്ലാം കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് ടോട്ടലി ആ ഒരു ഇമേജിൻ്റെ ഫീച്ചർ മാപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഇമേജിൽ നിന്ന് ഫ്ലാറ്റൻ ചെയ്യും. ഫ്ലാറ്റൻ ചെയ്തിട്ട് അവിടെ നിന്നാണ് നെക്സ്റ്റ് ഫ്ലാറ്റൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഡെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെൻസ് നെറ്റ്വർക്ക് ആക്കിയിട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ മുന്നേയൊക്കെ ഇൻഡിവിജ്വലി ആ ഒരു ന്യൂറോൺസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ഓരോ ന്യൂറോൺസും അതിൻ്റെ ഫീച്ചേഴ്സ് ഇൻഡിവിജ്വലി ലേൺ ചെയ്യണം. അതിൻ്റെ റീസൺസ് ആയിരുന്നു ഒന്ന് കമ്പ്യൂട്ടേഷൻ്റെ ഇഷ്യൂ, പിന്നെ ഒന്ന് ഈ ഇൻറ്റൻഷനലി ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഇൻഡിവിജ്വലി ലേൺ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ദെൻ നമ്മൾ ആ അതിൻ്റെ ഓവർ ഫിറ്റിങ്ങും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 50% ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കും. ഇനി അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ചെക്ക് ചെയ്യുക, ഇതേപോലെ തന്നെ ആണോ എന്ന്. സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്നുള്ളതിൽ അഗെയിൻ ഒരു സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ടാവും. എക്സ്പാൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയാണുള്ളതെന്ന്. ടെസ്റ്റിങ്ങിലും അതേപോലെ ഡൗൺലോഡ് ചെയ്ത ഡാറ്റയിലൊന്ന് ചെക്ക് ചെയ്യുക ഈ 6 എണ്ണം ഉണ്ടോ എന്നുള്ളത്. 6 എണ്ണം പിന്നെ അതിൽ ഇമേജസും ഉണ്ടാവും. ഇതിൽ ടോട്ടലി 25,000 ഇമേജസ് ആണ് വരുന്നത്. അത് സൈസ് കൂടുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ടോട്ടലി അത് ഡൗൺലോഡ് ചെയ്തപ്പോൾ 363 MB ആയിരുന്നു. ഇതിൻ്റെ പിക്സൽ സൈസ് കുറവായതുകൊണ്ടാണ് അത്രയും സൈസിൽ വന്നത്. ഇനിയിപ്പോൾ കൂടുക എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഡാറ്റ സെറ്റൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 GB 2 GB അങ്ങനെയൊക്കെ വരും. ഓരോ ഇമേജിന് സൈസ് കൂടും. ഇതിലിപ്പോൾ ആവറേജ് ഒരു 8 GB 16 GB മാക്സിമം 20 GB അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പിക്സൽ സൈസ് കൂടുമ്പോൾ ഇതിൻ്റെ ഇമേജിൻ്റെ സൈസും കൂടും ഓരോന്നിനും. അതിൽ മെഷ് ഗ്രിഡ്, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മെഷ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ ഒരു ഗ്രിഡ് പോലെ ഇങ്ങനെ ഫേസിൻ്റെ ഇതിലൊക്കെ വരില്ലേ, കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഏരിയാസ്, ഇപ്പോൾ ഇതിൽ ഓരോ ഏരിയാസായിട്ടല്ലേ ഈ കേർണൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫ്ലാറ്റൻ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ജസ്റ്റ് ഒരു ഇമേജ് മാത്രമാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ആ ഒരു ഏരിയാസ് ടോട്ടലി ഫോക്കസ് ചെയ്തിട്ട് ഡീപ്പായിട്ട് അതിൽ ലേൺ ചെയ്യുന്നു. സോ അത് മാച്ച് ചെയ്തിട്ടാണ് ലേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ് സെറ്റ് ചെയ്യുമ്പോൾ കുറേ നേരം എടുക്കണില്ലേ ഇങ്ങനെ സൈഡും ഒക്കെ നോക്കിയിട്ട്. അത് ആക്ച്വലി ലേൺ ചെയ്യുന്നത് ഫേസ് നോക്കുകയല്ല, ആ ഗ്രിഡാണ് നോക്കുന്നത്. ഡിഫറെൻറ്റ് ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ആ ഗ്രിഡിൽ എവിടെയൊക്കെ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ പിക്സൽസ് നല്ല ക്ലാരിറ്റി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ. അതേപോലെ ഈ ഗ്രിഡിന് ഗ്രിഡിൽ ഇന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് മാച്ച് ചെയ്യാറ്. അപ്പോൾ ആ ഗ്രിഡാണ് മാച്ച് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ മെട്രിക്സ് സെയിം ആണോ, ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ സിമെട്രി ഒക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
സിമെട്രിക്കൽ മെട്രിക്സ് ഒരേപോലെ വരുന്നത്, ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഒരേപോലെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ മെട്രിസസ് വെച്ചിട്ടാണ് ഇപ്പോൾ സിസ്റ്റംസ് ന്യൂമറിക്കലിലല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ആ ഒരു ഏരിയാസ് വരുന്നുണ്ടോയെന്നാണ് മാച്ച് ചെയ്ത് നോക്കുന്നത്. അത് മാച്ച് ചെയ്യണമെങ്കിൽ മാത്രമാണ് അൺലോക്ക് ആവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ആവില്ല. File is not displayed in the text editor because it is either binary or uses an unsupported text encoding. Extract ചെയ്തിട്ടില്ലേ? Extract ചെയ്തിട്ട് ഇടാനില്ല. ഡൗൺലോഡ്സിലാണ് എക്സ്ട്രാക്ട് അത് പാത്തിൽ ചെക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് ഫോൾഡർ ഏതാ? മറ്റേ വർക്കിംഗ് ഫോൾഡർ വർക്ക് ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്താണ്. അവിടെ സെലക്ട് ഫോൾഡർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. നമുക്ക് ആ പാത്ത് മൊത്തം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് അവിടെ തന്നെ എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്ട്രാക്ട് നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ടൈപ്പ് ചെയ്തു സെപ്പറേറ്റ് ഇത് ശ്രീഹരി ഡൗൺലോഡ് ചെയ്തോ? ശ്രീഹരി പോയോ? അശ്വതിയുടെ കഴിഞ്ഞോ? ലോഡ് ചെയ്തു. പാത്ത് കറക്റ്റ് അല്ലേ? അതെ. അതായത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ ആ ഒരു റൂട്ട് ഫോൾഡറിലാണ് മെയിൻ ഫോൾഡർ ഉണ്ടാവില്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു നെയിമിലായിരിക്കും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ടാവുക. ആ മെയിൻ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ആ ഒരു IPVAND എന്ന് പറഞ്ഞിട്ടുള്ള ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് ഇത് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ
ഫ്ലാറ്റിനും ഡെൻസും ഡ്രോപ്പ് ഔട്ടും. ഇത് കഴിഞ്ഞോ? റണ്ണായോ? അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞോ ഓൺലൈന്? ആ റണ്ണായി. സോ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തോ ശ്രീഹരി? ക്രിയേറ്റ് ആ ഇത് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചോ? ഈ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചോ? ഡൗൺലോഡ് ആയത് സാർ, നെറ്റ് ഇപ്പം ഷോ ആയിരുന്നു കേട്ടോ. സോ ആ സ്ട്രക്ചർ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മളിതിൽ ഡാറ്റ ഫ്രെയിം ആയിട്ടല്ല, ഈ ഇമേജസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ആയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് അതിൻ്റെ പാത്തുള്ളത്. സെഗ്മെൻറ്റേഷൻ ട്രെയിനിങ്ങിൽ സെഗ്മെൻറ്റേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ഫോൾഡർ ഉണ്ട്. അതുകൊണ്ടാണ് ട്രെയിനിങ് പാത്ത് സെഗ്മെൻറ്റേഷൻ ട്രെയിനിങ്ങിൽ അതേപോലെ ഒരു സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത്. ഇൻ കേസ് ഇത് ഒറ്റ ഉള്ളെങ്കിൽ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് മാത്രം അവിടെ കൊടുത്താൽ മതി. ഏതാണ് ഫോൾഡർ എന്നാണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഈ ഒരു ടോട്ടൽ ഫോൾഡർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൊളാബിലൊക്കെ കൊടുക്കില്ലേ, പാത്ത് ഡ്രൈവ് എന്നൊക്കെ എടുക്കുമ്പോൾ കൊടുക്കില്ലേ, ചെയ്തില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റ സെറ്റ് ഡയറക്റ്റ് ഒരു നെയിം വെച്ച് മാത്രം ലോഡ് ചെയ്തായിരുന്നില്ലേ ML. ഇതേ ഫോൾഡറിലാണെന്നുണ്ടെങ്കിൽ ML ആ ഡാറ്റ സെറ്റിൻ്റെ നെയിം മാത്രം .csv എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ അതുകൊണ്ടാണ് ഈ ഫോൾഡറിൽ ഇടാൻ പറഞ്ഞ്. ഇനി പുറത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ പാത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്ലാഷ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈവിൻ്റെ ലോഡ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സും കൊടുക്കും. പിന്നെ അതിൻ്റെ പാത്ത് എവിടെയാണെന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഒറ്റ ഫോൾഡറിലായിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യില്ലേ, സ്പ്ലിറ്റ് ചെയ്യണ പോലെ എടുക്കണം. പക്ഷെ അത് ഇത് ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഡാറ്റ ആയതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നത്. ആ ഇത് ക്ലീൻ ചെയ്ത് ഇപ്പോൾ അനോട്ടേഷനൊക്കെ ചെയ്തിട്ട് മാറ്റിയ ഡാറ്റ ഉണ്ടാവില്ലേ. ഇതിലിപ്പോൾ 25,000 ടോട്ടല്. അതിൽ എത്രയായിരുന്നു റേഷ്യോ അവർ പറഞ്ഞിരുന്നത്? 7K എന്തോ പ്രഡിക്ഷന് വേണ്ടിയിട്ട്. ട്രെയിനിൽ ആകെ 14K ഇമേജസ് ട്രെയിനിങ്ങിൽ ഉണ്ട്. 3K ടെസ്റ്റിലും ഉണ്ട്, 7K പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രഡിക്ഷൻ മീൻസ് ആ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ വാലിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും അതേപോലെ. സോ സെഗ്മെൻറ്റേഷൻ ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ടാവും. സോ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക ML പോലെ. അപ്പോൾ ഇവിടെ ഡാറ്റ ഫ്രെയിം അല്ലാത്തതുകൊണ്ട് ആ പാത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ലോഡ് ചെയ്യിക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ പാത്ത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഫയലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള കമാൻഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഓപ്പൺ എസ് എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫയൽ പൈത്തണിൽ ലോഡ് ചെയ്യിച്ചായിരുന്നില്ലേ, അതേപോലെ കൊടുത്തിട്ട് ചെയ്യാം. സോ ട്രെയിൻ പാത്ത് എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് വെച്ചാലും മതി. സെഗ്മെൻറ്റേഷൻ റിലേറ്റീവ് പാത്താണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കോപ്പി പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് പാത്ത് വരും. റിലേറ്റീവ് പാത്ത് കൊടുത്തിട്ട് എന്നിട്ട് കൊടുത്താൽ മതി. നോക്കട്ടെ. ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. എന്നിട്ട് ഇത് കളഞ്ഞാൽ മതി. ആ ഫോൾഡറിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇത് ഓൾറെഡി റൂട്ടിലായതുകൊണ്ട് ഇത് മാത്രം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ് പാത്ത് കൊടുത്ത് എങ്ങനെ വരിക, ആ ഫോൾഡറിൻ്റെ നെയിമും കൂടിയും വരും. സോ ഓൾറെഡി ഈ IPYNB എന്നുള്ള അതിൻ്റെ റൂട്ടിലല്ലേ കിടക്കുന്നത്. സോ അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ ഫോൾഡർ കൊടുക്കേണ്ട കാര്യമില്ല. സെയിം ഇതിലായതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇനി പുറത്താണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മാത്രം കൊടുക്കുക. ഇതിപ്പോൾ 2 ഫോൾഡർ അതിൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ്. റൂട്ടിൽ നിന്ന് 2 ഫോൾഡർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ IPYNB കിടക്കുന്ന ആ ഒരു ഇതിലാണ് സെഗ്മെൻറ്റേഷൻ
ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇത് കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് സെഗ്മെൻറ്റേഷൻ ട്രെയിൻ കിടക്കുന്നത്. ഇൻ കേസ് ഈ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ മാത്രമേ ഉള്ളെങ്കിൽ ഒറ്റ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ കൊടുത്താൽ മതി. ആ ഇതിപ്പോൾ ഇതിന് പകരം സെഗ്മെൻറ്റേഷൻ ട്രെയിനിന് മാത്രമാണ് ചെക്ക് ചെയ്യണമെങ്കിൽ അത് പോയിട്ട് ചെക്ക് ചെയ്യുക സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ ഇമേജസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ എഗെയിൻ ഒരു ഫോൾഡറാണ് കിടക്കുന്നത്, ഇമേജസ് ഇല്ല. അപ്പോൾ അത് എറർ വരും. സോ മൂന്നാമത്തെ നമ്മൾ ചെയ്യുന്നത് ഇമേജ് പ്രോസസ്സിങ്. ആ ഒരു പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഇമ്പോർട്ട് ചെയ്തല്ലോ, ഇമേജ് ഡാറ്റ ജനറേറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് കറാസിൽ പ്രീ പ്രോസസ്സിങ് ഇമേജ് ആൻഡ് ഇമേജ് ഡാറ്റ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇന്നലെ ഈ ഒരു 1/255 ചെയ്യുന്ന പറഞ്ഞില്ലേ, റീസ്കെയിൽ ചെയ്യുന്നത്. സോ ആ ഒരു റേഞ്ചിലേക്ക് അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസ്കെയിൽ ചെയ്തെടുക്കുകയാണ്. ഈ മോഡൽ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇതിലാവും, അതുകൊണ്ട് ആ ഒരു സ്കെയിലിലേക്ക് റീസ്കെയിൽ എല്ലാ ഇമേജസും ഒരേ സ്കെയിലിലേക്ക് എടുക്കുകയാണ്. നമ്മൾ ML സ്കെയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ റീസ്കെയിൽ എടുക്കുക. ഇൻ കേസ് അവിടെ വേറെ ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് സ്കെയിൽ ചെയ്ത് വെക്കുക മാത്രമേ. എല്ലാം ഒരേപോലെയാണ്. ഇൻ കേസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റീസ്കെയിൽ ചെയ്ത് വെക്കാം. അവിടെ ഇരുന്നു. So every RGB pixel ranges 0 to 255 ആണ്. CNN learns better when numbers are small. സോ ഈ ഒരു റേഞ്ചിന് പകരം ഈ ചെറിയ വെയ്റ്റ്സ് റിസീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്കെയിലിംഗ് യൂസ് ചെയ്തിട്ട് പല റേഞ്ചിൽ കിടക്കുന്നത് 0 to 1 എന്നുള്ള റേഞ്ച് അല്ലെങ്കിൽ അറൗണ്ട് 0 ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ മോഡലിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആ ഇപ്പോൾ പിക്സൽ വാല്യൂസ് അങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യുക? RGB വാല്യൂസ് ആ റീസ്കെയിൽ ചെയ്യും. അപ്പോൾ അത് റീസ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു 1/255 എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്കെയിലറിൽ x-μ / എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, അതേപോലെ ഈ ഒരു റീസ്കെയിൽ ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഗ്രേ സ്കെയിലിൻ്റെ പിക്സൽസ് എങ്ങനെ വാല്യൂസ് വരണോ? Mm, 0 to 256. രണ്ട് ചാനലാണ് തോന്നുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ലേ ഇപ്പോൾ? ആ അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രോസസ്സിങ് വരുന്നത്. മറ്റേൽ 3 ചാനൽ വരും. അങ്ങനെ പിക്സൽസ് ഇതേപോലെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ചാനലിൻ്റെ സൈസിനനുസരിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിലിപ്പോൾ 3 0 എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അല്ലേ വരിക. അപ്പോൾ അതിൽ ആ ചാനലിനനുസരിച്ചിട്ട് വാല്യൂസ് വ്യത്യാസം. ദെൻ വാലിഡേഷൻ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു 80% ട്രെയിനിങ് എന്നല്ല എടുക്കുക വാലിഡേഷന് വേണ്ടിയിട്ട്. 80% 20 അല്ലെങ്കിൽ 50 ഒക്കെ 15 ഒക്കെ എടുക്കുന്ന പറഞ്ഞു. സോ വാലിഡേഷൻ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 20% അതിന് എടുക്കുകയാണ്. 0.2 അല്ല, എല്ലാം കഴിഞ്ഞിട്ടല്ല. നമ്മൾ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നത്, പ്രെഡിക്റ്റഡ് വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. പക്ഷെ ആ ഒരു ടൈപ്പ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണ്ട. ഈ പ്രഡിക്ഷൻ ടൈമിൽ ടെസ്റ്റിംഗ് വാല്യൂ ആയിട്ട് എപ്പോഴും കമ്പയർ ചെയ്യണ്ട. ജസ്റ്റ് ആ ഒരു ട്രെയിനിങ് എന്ന് വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്ലിറ്റ് എടുത്തിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ടെസ്റ്റിങ്ങിൽ പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയത്. ട്രെയിനിങ് തന്നെ ഒരു പാർട്ട് എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 100% ഡാറ്റ ഉണ്ടെന്ന് വയ്ക്കുക. ഈ ടോട്ടൽ 100%ന്ന് 80-20 അല്ല നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇത് 80%, ബാക്കിയുള്ള 20% ആണ് ഇവിടെ.
പെർസെൻറ്റേജ് ഇവിടെ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണ്ടേ ലാസ്റ്റ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡാറ്റേനെ ആദ്യം തന്നെ കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. ഫൈനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എപ്പോഴും ആ ഒരു ഓൺ ദ ഗോ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ മോഡൽ ചിലപ്പോൾ ലോസ് നമ്മളിങ്ങനെ പ്രിൻറ്റ് വരില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ വാലിഡേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലേ. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത 80%, ആ 80%ൽ നിന്ന് ഒരു 20% കട്ട് ചെയ്യുക. മീൻസ് ഇത് 80% തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു 20% റാൻഡമായിട്ട് എടുക്കും, എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ എങ്ങനെയായാലും ഒരു 20% വേറെ നിർത്തിയിട്ടുണ്ടെന്നല്ലല്ലോ. അല്ല, 80% തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന്ന് ഒരു പാർട്ട് എടുത്തിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓട്ടോ ഇതിൽ യൂസ് ചെയ്ത ഡാറ്റയുടെ അത്രയും നിർത്തിയിട്ട് ഇതിനെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും. ആ 20% ഇട്ടിട്ട് ഓൺ ദ ഗോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതിനാണ് വാലിഡേഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിംഗ് ഡാറ്റ എപ്പോഴും കമ്പയർ ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ മോഡൽ അത് ലേൺ ചെയ്യും ഓൺ ദ ഗോയിൽ ചെയ്യാൻ. ലാസ്റ്റ് എത്തിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് ഓൺ ദ ഗോയിൽ അങ്ങനെ ചെയ്തു പോകാമെന്ന്, വാലിഡേഷൻ അങ്ങനെ ചെക്ക് ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ ഇതിന് കാണണമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദെൻ ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേരിയബിളിൽ ഈക്വൽ ടു ഇമേജ് ഡാറ്റ ജനറേറ്ററിലാണ് ഇത്രയും പ്രോസസ്സ് നടന്നത്. വാലിഡേഷനും എടുത്തു, റീസ്കെയിലും എടുത്തു. അത് കോൾ ചെയ്യുമ്പോൾ ഇമേജ് ഡാറ്റ ജനറേറ്റർ റീസ്കെയിൽ ഈസ് ഈക്വൽ ടു 1.255 എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്തു. ടെസ്റ്റ് ഡാറ്റ ജെൻ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും രണ്ടും റീസ്കെയിൽ ചെയ്തു. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും റീസ്കെയിൽ ചെയ്തു. ഇപ്പോൾ ആ ഒരു ഇമേജസ് എടുത്തു, ഇമേജസിൻ്റെ വാല്യൂസ് എടുത്തിട്ട് സ്കെയിലിങ്ങും കഴിഞ്ഞു. അതിന് ഒരു പാർട്ട് വാലിഡേഷൻ സ്പ്ലിറ്റിനും കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് പ്രോസസ്സ് ചെയ്യുകയാണ്. ലോഡ് ഇമേജസ് കൊടുത്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ടോട്ടലി എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് 3 എണ്ണം ഉണ്ടായിരുന്നു. ട്രെയിൻ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്ലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലോട്ട് ഇൻ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കാനായിരുന്നു. നോക്കട്ടെ, used to normal pixel values. The scaling helps improve the performance. ഫ്ലോട്ടിങ് 1.0 എന്ന് എഴുതണില്ലേ, അപ്പോൾ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇൻ കേസ് അത് സ്കെയിൽ ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് ആണ് വരണമെങ്കിൽ അത് തന്നെ എടുക്കാനാണ്. ഇനി നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത ഡാറ്റയാണ് അടുത്തതിൽ
നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ റീസ്കെയിൽ ചെയ്തിട്ട് ആ ഒരു വാലിഡേഷനൊക്കെ എടുത്തില്ല, ആ ഒരു ഡാറ്റ ആയിരിക്കും നമ്മളിനി യൂസ് ചെയ്യുക. നമ്മൾ MLU അതേപോലെയല്ലേ യൂസ് ചെയ്യാം. പ്രീ പ്രോസസ് ചെയ്ത ഡാറ്റയാണ് അടുത്തത് യൂസ് പ്രീ പ്രോസസ്സിങ് അത്രേ ഉള്ളൂ. അപ്പോൾ വിഷ്വലൈസേഷനൊക്കെ വേണമെങ്കിൽ ചെയ്താൽ അത് എങ്ങനെയാണെന്ന്. പിന്നെ ഇമേജസ് അല്ലേ, അപ്പോൾ നമുക്ക് ഡാറ്റയൊന്നുമായിട്ട് അങ്ങനെ വരുന്നില്ല. എത്ര കൗണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒരുപാട് അങ്ങനെ ചെയ്യണമെന്നില്ല. പിന്നെ വേറെ വരുന്നത് റീസ്കെയിൽ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, റീസ്കെയിൽ അല്ലാണ്ട് കൺവേർഷൻ വരും. ഇപ്പോൾ കൺവേർഷൻ മീൻസ് അതല്ല, അങ്ങനത്തെ ഫയൽസിൻ്റെ ടൈപ്പ് ഉണ്ടെങ്കിലും പിന്നെ മോഡൽസ് ചിലപ്പോൾ സ്പെസിഫിക് ആ ഒരു പിക്സൽ സൈസിലായിരിക്കും ലേൺ ചെയ്തിട്ടുണ്ടാവുക. 224 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിടക്കുന്ന ഇമേജസൊക്കെ 1080x720 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ ചേഞ്ച് ആയില്ലേ, അപ്പോൾ നമുക്ക് ആ 224 കൺവേർട്ട് ചെയ്തെടുക്കേണ്ടി വരും. റീസ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂസ് ചേഞ്ച് ആവണുള്ളൂ, ആ ഒരു പിക്സൽ സൈസ് ചേഞ്ച് ആവണില്ല. അത് ബാലൻസ് ചെയ്തിട്ട് കറക്റ്റ് തന്നെ കൊടുക്കണം. ഇപ്പോൾ 224 അതാണ് ഇന്നലെ പറഞ്ഞ ആ ഒരു മോഡൽ സ്പെസിഫിക് ആയിട്ട് ആ ഒരു ടൈപ്പിൽ മാത്രമേ ലേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡീഫേക്ക് എടുത്തിട്ട് ജനറേറ്റഡ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡീഫേക്കിൻ്റെ സംഭവങ്ങൾ വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ 1080p എടുത്തിട്ട് 224 ലേൺ ചെയ്ത ഒരു മോഡലിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 224 ലെവലിൽ അത് അനലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹൈ റേഞ്ചിലുള്ള ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിലും ഡീസ്കെയിലിംഗ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പ്രോസസ്സിങ്. സോ ട്രെയിൻ ഡാറ്റാജൻ ഫ്ലോ ഫ്രം ഡയറക്ടറി. ഇപ്പോൾ നമ്മൾ പ്രീ പ്രോസസ്സർ ഡോട്ട് ട്രാൻസ്ഫോം എന്നൊക്കെ കൊടുക്കില്ലേ, അപ്പോൾ അത് പ്രീ പ്രോസസ്സിങ് അപ്ലൈ ചെയ്ത ഡാറ്റയിൽ നിന്നാണ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണേ, ട്രെയിൻ ഡാറ്റാജൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ റീസ്കെയിൽ ചെയ്ത ഒരു പാത്ത് ഉണ്ടല്ലോ, പാത്ത് ആ ഒരു പ്രോസസ്സ് അത് കളക്ട് ചെയ്യാണ്. ദെൻ ഫ്ലോ ഫ്രം ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട്, ഫ്ലോ ഫ്രം ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്ന് കളക്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ഫ്ലോ ഫ്രം ഡയറക്ടറി എന്ന് പറഞ്ഞാൽ അതിന് കളക്ട് ചെയ്യുക. ലൈക്ക് ഗോ ടു ദിസ് ഫോൾഡർ, ഫൈൻഡ് ഓൾ ഇമേജസ്, പ്രീ പ്രോസസ് ദം ആൻഡ് പ്രിപ്പയർ ദം ഫോർ ട്രെയിനിങ്. എടാ അതിൽ ആ ഒരു ഫ്ലോ ഫ്രം ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ പോവുക, ഉള്ളിൽ പോയിട്ട് ഉള്ളിൽ പോയിട്ട് ഈ സംഭവങ്ങൾ കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് ഈ പ്രോസസ്സിങ് അപ്ലൈ ചെയ്യുക. ട്രെയിൻ ഡാറ്റാജനിൽ എന്താ ഉള്ളത്, റീസ്കെയിലിങ്ങും സ്പ്ലിറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ഡയറക്ടറിയുടെ ഉള്ളിൽ പോവുക, ഉള്ളിൽ പോയിട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം. നമുക്ക് ML ഇപ്പോൾ കുറേ ടൈപ്പ്, ഇപ്പോൾ pd.read_csv എന്ന് പറഞ്ഞിട്ട് പാണ്ടാസ് യൂസ് ചെയ്യുന്നത്, അതേപോലെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നു, ഫ്ലോ ഫ്രം ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ പറയുക, ട്രെയിൻ പാത്ത് അതിന് ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ട്രെയിനിങ് പാത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഏത് ഡയറക്ടറിയുടെ ഉള്ളിലാണ് നോക്കേണ്ടതെന്നുള്ളത്. ഫ്ലോ ഫ്രം ഡയറക്ടറി കൊടുത്തു, പിന്നെ അതെവിടെ പോയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ട്രെയിൻ പാത്തിലാണ് ഇതുള്ളത്, സോ അത് കൊടുത്തു. ട്രെയിൻ പാത്ത് എവിടെ നോക്കിയാൽ സെഗ്മെൻറ്റേഷൻ ട്രെയിനിൽ അഗെയിൻ സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻ പാത്ത് നള്ളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചെക്ക് ചെയ്യുമ്പോൾ അതിലില്ല എന്നുണ്ടെങ്കിൽ എറർ അടിക്കും. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് പാത്ത് കൊടുത്തു. ദെൻ ടാർഗറ്റ് സൈസ്, ഏത് സൈസിലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, 150x150 നേരത്തെ സ്പെസിഫൈ ചെയ്തത്, പിക്സലിൻ്റെ. ദെൻ ബാച്ച് സൈസ്, എത്ര ഫീച്ചേഴ്സ് വെച്ചിട്ട് അത് ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ക്യാറ്റ്സ് നോക്കട്ടെ, 150 റിയൽ ഇമേജസ് ആവും ഡിഫറെൻറ്റ് സൈസ്. ഡോഗ് 1, സോ ഇതാണ് നേരത്തെ പറഞ്ഞത്. ഡോഗ് 1 400x500 ആവും, അടുത്തത് 1024x768. സോ CNN cannot accept different image sizes. അപ്പോൾ അതിന് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോ കെറാസ് റീസൈസസ് എവറി ഇമേജ് ടു 150x150.
ദെൻ എല്ലാം 150-ലേക്കാവും. ദെൻ ഇറ്റ്സ് എ ഡിസൈൻ ചോയ്സ്. ആ മോഡൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഇതിലാവും. ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 64x64 എന്ന് പറയുമ്പോൾ കുറച്ച് പിക്ചർ സൈസ് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു ക്ലാരിറ്റി നല്ല കുറവായിരിക്കും. ഒരു ഇനഫ് ഡാറ്റ അതിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 150 എങ്കിലും യൂസ് ചെയ്യണം എന്നുള്ള ഇതിലാണ് 150 യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ക്ലാരിറ്റി വേണമെങ്കിൽ 264x264 യൂസ് ചെയ്യാം. നല്ല അത്യാവശ്യം ക്ലാരിറ്റി പ്രോസസ്സിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ 512x512. പക്ഷെ അത് വരുമ്പോൾ സൈസ് അതിനനുസരിച്ച് കൂടും, അപ്പോൾ കമ്പ്യൂട്ടേഷൻ കൂടും. അതാണ് ഡിഫറൻസ്. സോ ബാച്ച് സൈസ് 32 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് യു ആർ 3200 ഇമേജസ് ഇൻസ്റ്റെഡ് ഓഫ് സെൻഡിങ് ഓൾ 3200 ഇമേജസ് ടു ദ CNN 32 ഇമേജസ് വെച്ചിട്ടാണ് പ്രോസസ് ചെയ്യുക. ബാച്ച് സൈസ് ചെയ്യുന്ന പോലെ എത്ര ഫീച്ചേഴ്സ് സെൻഡ് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ബാച്ച് 1 ഇമേജ് 1 അപ് ടു ഇമേജ് 32 വരെ അടുത്ത CNN-ൽ അതിൻ്റെ അപ്ഡേറ്റ് വെച്ച് ചെയ്യുന്നു. then അടുത്തതാണ് ബാച്ച് 2 അയക്കുന്നത്. അടുത്ത 32 അടുത്ത ബാച്ച് അങ്ങനെ പോകും. സീക്വൻഷ്യലി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ബാച്ച് വൈസ് ആണ് അതിന് സെൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ 320/32 ബാച്ചസ്. സോ 1 എപ്പോച്ച് കണ്ടെയ്ൻസ് ബാച്ച് 1 ബാച്ച് 2. 10 ബാച്ചാണ് ഒരേ ഇതിൽ പോവുക 3200 ഇമേജസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ എത്രയായിരുന്നു, ട്രെയിനിങ്ങിൽ എത്രയായിരുന്നു, 7K എന്തായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് 32 സ്പ്ലിറ്റ് കിട്ടും. പിന്നെ ക്ലാസ് മോഡ് കാറ്റഗറിക്കൽ എന്ന് കൊടുത്തത് 6 കാറ്റഗറിയാണുള്ളത്. നമുക്ക് ആ ബിൽഡിങ്സ്, ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 6 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ക്ലാസ് മോഡ് കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. ഇപ്പോൾ ബൈനറി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഉണ്ടാവും. പിന്നെ സ്പാർസ് കാറ്റഗറിക്കൽ അത് എൻട്രോപ്പിയിൽ യൂസ് ചെയ്യുന്നതാണ്. മൾട്ടി ലെവലൊക്കെ വരില്ലേ, അപ്പോൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ബൈനറി അല്ലേ, അപ്പോൾ 2-ൽ കൂടുതലുണ്ടാണ് മൾട്ടി ക്ലാസ് വരുന്നത്. നമ്പേഴ്സ് ഒറ്റ വാല്യൂ വരുന്നു. അപ്പോൾ സിഗ്മോയിഡൊക്കെയാണ് യൂസ് ചെയ്യുക. 0-1 ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ ബൈനറി. ന്യൂമറിക്കലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ മാത്രമാണ്. നമ്പേഴ്സ് ഇമേജസിൽ മറ്റേ ANN വരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ ഫംഗ്ഷനെ ചേഞ്ച് ആവുന്നത്. നമുക്ക് എന്താണോ ഔട്ട് വരേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ദെൻ ദിസ് ഇസ് റിക്വയർഡ് വെൻ യുവർ മോഡൽ ഔട്ട്പുട്ട് ലേയേഴ്സ് ലുക്സ് ലൈക്ക്. പിന്നെ വരുന്ന എന്താ, സബ്സെറ്റ്. ആ ഒരു ട്രെയിനിങ്ങിന് ഒരു സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വാലിഡേഷനൊക്കെ യൂസ് ചെയ്യും. ആദ്യത്തേൽ ട്രെയിനിങ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സെറ്റ് യൂസ് ചെയ്യുന്നത്. ആ 20% കളക്ട് ചെയ്യുന്നില്ലേ, അത് വാലിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അടുത്ത സെറ്റ് ഇതേപോലെ നോക്കുകയാണ്. ഫ്ലോ ഫ്രം ഇപ്പം നേരത്തെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തില്ലേ, അതായത് 20% എന്ന് പറയുന്നത് സബ്സെറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% ടെസ്റ്റിങ്ങിൽ കൊടുക്കില്ലേ, അതേപോലെ തന്നെ ഫ്ലോ ഇവിടെയും കൊടുക്കും. ആ ടെസ്റ്റ് അതായത് ഓൺ ദ ഗോ മറ്റേ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ആ 20% ടോട്ടലി കൊടുക്കും. നമ്മളത് ചെക്ക് ചെയ്ത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ എപ്പോച്ച് 1 തൊട്ടിട്ട് വാലിഡേഷൻ ലൂസ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നില്ലേ, മനസ്സിലാവും. പച്ച കളറിൽ ഇങ്ങനെ പോകുന്നില്ലേ. എപ്പോച്ച് 1/30 എന്ന് പറഞ്ഞിട്ട് അക്യുറസി, വാലിഡേഷൻ അക്യുറസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഉണ്ടെന്ന് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോസ് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. സോ അത് ഫസ്റ്റ് എപ്പോച്ച് തൊട്ടേ നോക്കുന്നുണ്ട്. Then that means 20% of images are reserved for validation. Suppose 1000 images ഉണ്ടെന്നുണ്ടെങ്കിൽ 800 ട്രെയിനിങ്ങിനും കൊടുക്കും, 200 വാലിഡേഷൻ കൊടുക്കും ട്രെയിനിങ്ങിന് തന്നെ. Then when you write Python subset equal to training, Keras loads only 800 training images. So ഇതിന്ന് സ്പ്ലിറ്റ് ചെയ്ത ആ ഒരു 800 ട്രെയിനിങ് ഇമേജസ് ഇതിന് കൊടുക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് വാലിഡേഷനും കൂടി എടുക്കും. അറ്റ് എ ടൈം അത് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വാലിഡേഷന് അങ്ങനെ ചെയ്യുന്നത്. So validation, new Keras automatically separate the data. So suppose your photo comments. So ഇതിൻ്റെ
ഒരു പാരാമീറ്റേഴ്സ് വരുന്നത് 30 to 150 ഇൻറ്റു 3 എന്ന് പറയുന്നത് ചാനൽസും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ആ 150 ഇൻറ്റു 150 ആണ് പിക്സൽസിൻ്റെ കൂടെ പിന്നെ മൂന്നാമതൊരു ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതാണ് ഈ ചാനൽസിൻ്റെ കൗണ്ട്. ആ ന്യൂറോൺസ് ബാച്ച് സൈസും പിന്നെ പാരാമീറ്റേഴ്സും കൂടി ബാക്കിയുള്ള കൂട്ടണമല്ലോ, മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അവിടെ എന്ന് പറയുമ്പോൾ ഫീച്ചേഴ്സ് പിന്നെ ന്യൂറോൺസ് പിന്നെ ബയാസ് X1 X2 ഇതിൽ ബാച്ച് സൈസിൽ എത്ര എടുക്കേണ്ടത് എന്നുള്ളത് ഇത് എത്ര ഫീച്ചേഴ്സ് ഇപ്പോൾ 32 എന്ന് പറഞ്ഞിട്ട് 32 ഫീച്ചേഴ്സ് അല്ലേ അറ്റ് എ ടൈം ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, മറ്റേക്ക് വരുമ്പോൾ ഇതാണ് ഇക്വേഷൻ Z equal to X1 W1 plus X2 W2 up to Xn Wn plus bias. ഇതല്ലേ ഇക്വേഷൻ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വരുമ്പോൾ ഇപ്പോൾ 50 ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 50 ഫീച്ചേഴ്സ് ഇൻഡു എത്ര ന്യൂറോൺസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എത്ര യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ 32 ന്യൂറോൺസ് ആണെന്നുണ്ടെങ്കിൽ 32, പിന്നെ ഈ ബയാസും കൂടി ആഡ് ചെയ്യേണ്ട എല്ലാത്തിനും പ്ലസ് ബയാസ്. അപ്പോൾ 32 ന്യൂറോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 32 ബയാസാണ് അവിടെ ഉണ്ടാവുക. സോ 50,32,600 സംതിങ് ഉണ്ടാവുന്ന വരിക. ഇവിടെ എടുക്കുന്നത് 32 ഫീച്ചേഴ്സ് അറ്റ് എ ടൈം ഫ്ലോ ചെയ്യുന്നുണ്ട്. 32 ബാച്ച് സൈസ് എടുക്കുമ്പോൾ ആദ്യത്തെ 32 അല്ലേ ആദ്യം പോകുന്നുള്ളൂ. 1000 ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ 32 ആദ്യം ഫ്ലോ ചെയ്യുന്നുള്ളൂ. 32 ഇൻറ്റു പിന്നെ അതിൻ്റെ സൈസ് 150 ഇൻറ്റു 150 3200 അല്ലാണ്ട് ഒരു എക്സ്ട്രാ ഒരു 3210 ഇമേജസ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ ബാച്ചിൽ ആകെ 10. അങ്ങനെയല്ല, അത് കറക്റ്റ് തന്നെ കൊടുത്താലും കുഴപ്പമില്ല, ബാക്കിയുള്ളത് ചോദിച്ചാലും കുഴപ്പമില്ല. മാക്സിമം നോക്കുള്ളൂ 32 എണ്ണം ഉണ്ടോയെന്ന് നോക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 10 കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതിൽ എഗെയിൻ RGBയുടെ 3 ഇമേജസ് എങ്ങനെ, ഇമേജിന് ഹൈറ്റ് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, എഗെയിൻ ഒരു ഡെപ്തും കൂടി വരും. ഈ ഡെപ്താണ് ഇതിലിപ്പോൾ RGB 3 ചാനൽസ് ഉണ്ടല്ലോ, ആ 3 ചാനൽസാണ് ഇവിടെ ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പാരാമീറ്റേഴ്സ് വരുന്നതുകൊണ്ടാണ് അതിന് ഡെൻസ് ലെയർ കൊടുക്കാത്തത്. സോ അത് 3 ടൈപ്പിലും ചെക്ക് ചെയ്യും. വാലിഡേഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് സെയിം തന്നെയാണ്. ഇവിടെ ചേഞ്ച് വരുന്നത് ആ സബ്സെറ്റ് ട്രെയിനിങ്ങിന് എടുക്കണ്ടോ വാലിഡേഷൻ എടുക്കണ്ടോ ഈ ഒരു ടൈപ്പൊക്കെ ഉള്ളൂ. ദെൻ ടെസ്റ്റ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ഡാറ്റജൻ ഫ്ലോ ഫ്രം ഡയറക്ടറി ക്ലാസ് മോഡ് കാറ്റഗറിക്കൽ ഷഫിൾ ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ റാൻഡം സ്റ്റേറ്റ് 42 എന്നൊക്കെ എടുക്കില്ലേ, അപ്പോൾ ഇത് അതേപോലെ ചേഞ്ച് ചെയ്തെടുക്കണോ വേണ്ടതാണ്. സെയിം അതേ സ്പ്ലിറ്റ് തന്നെയാണോ എടുക്കേണ്ടത് അതോ ചേഞ്ച് ചെയ്യണോ എന്നുള്ള രീതിയിലാണ് നോക്കുക. ബാക്കിയെല്ലാം അതേപോലെ ഇവിടെ മാത്രം സബ്സെറ്റ് എന്നുള്ള ട്രെയിനിങ്ങും വരും. പിന്നെ രണ്ടാമത്തേൽ വാലിഡേഷൻ കൊടുക്കണമല്ലോ സബ്സെറ്റ്. ആദ്യത്തെ ട്രെയിനിങ്ങിൽ എടുക്കുന്നത് ട്രെയിനിങ്ങിന് തന്നെ കൊടുക്കുന്നത് ട്രെയിൻ ജനറേറ്റർ എന്നുള്ളതിൽ. രണ്ടാമത്തേൽ വാലിഡേഷന് ഓൾറെഡി സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. വാലിഡേഷൻ 20% പറഞ്ഞിട്ട് വാലിഡേഷൻ ഈക്വൽ ടു വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. സബ്സെറ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ട്രെയിനിങ് ഡാറ്റ ട്രെയിനിങ്ങിന് മാത്രം അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്നൊരു 20% വാലിഡേഷൻ എടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആകെ 1000 ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ 800 എണ്ണം ട്രെയിനിങ്ങിനും 200 എണ്ണം വാലിഡേഷനുമാണ് പോവുക. ടെസ്റ്റിംഗ് ഡാറ്റ ആ സമയത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, ദെൻ ഇപ്പോൾ ട്രെയിനിങ്ങും വാലിഡേഷനും ടെസ്റ്റിങ്ങും സെറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ 10230 ഇമേജസ് ബിലോങ്ങിങ് ടു 6 ക്ലാസ്സസ്. രണ്ടാമത്തേൽ 2804. മൂന്നാമത്തേൽ 3000 ഇമേജസ് 6 ക്ലാസ്സസ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇതിൽ ഓടായത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്ലാസ്സസ് ഒക്കെ ചേഞ്ച് ആവും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ പാത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തു.
ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇവിടെ ഇതും പാത്ത് മാറ്റി കൊടുത്തു, റൺ ചെയ്യിക്കുകയാണ്. അപ്പോൾ അവിടെ 6 കാറ്റഗറീസ് അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് അത് ചെക്ക് ചെയ്യുക. വൺ ക്ലാസ്സസ് ആയി, കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഫോൾഡറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ പാത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ അത് സംഭവം അതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, പക്ഷേ അതെന്താണെന്ന് അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അത് ചേഞ്ച് വരുന്നത്. Shuffle ratio ആ റേഷ്യോ സെറ്റ് ചെയ്യണം. ചേഞ്ച് ചെയ്യണോ ചേഞ്ച് ചെയ്യണ്ടെന്നാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു 6 ക്ലാസ് എന്നുള്ളത് ലോഡ് ചെയ്യിപ്പിച്ചു. എല്ലാത്തിലും കറക്റ്റായിട്ട് വരുന്നുണ്ട്. then അടുത്തത് ഇത് ഓപ്ഷനിലാണ്. ജസ്റ്റ് ഞാനതിൽ കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്ത് നോക്കിയെന്നുള്ളൂ. അടുത്ത ഓക്കെ generator define ചെയ്തോ? ക്ലീൻ. ആ ട്രെയിൻ ജനറേറ്റർ ഇതാ അത് കൊടുത്തിട്ടാണ് ലോഡ് ചെയ്യിപ്പിച്ചേക്കണേ. എവിടെത്തി? ചെയ്തു. അത് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. മേലത്തെ തന്നെ ആകെ 2 മാറ്റാനുള്ളൂ. ലോഡായോ? 6 ക്ലാസ് അല്ലാന്നുണ്ടെങ്കിൽ അത് പാത്ത് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലാസ് ചേഞ്ച് ആവും. ഇപ്പോൾ ഇൻ കേസ് അതിൻ്റെ ഉള്ളിൽ ആ ക്ലാസ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് വരും. അപ്പോൾ അത് തെറ്റാണെന്ന് വരും. നമ്മൾ ഇത്രയും ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓപ്ഷണലാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് തന്നു. അപ്പോൾ നമുക്കങ്ങനെ ഇത് വരിക, നമ്മൾ LS എന്ന് പറഞ്ഞിട്ട് കമാൻഡ് കൊടുത്തില്ലേ ടെർമിനലിൽ, അതേപോലെയാണ് ഇത്. ഇമ്പോർട്ട് OS എന്ന് കൊടുത്തിട്ട് പ്രിൻ്റ് OS ഡോട്ട് ലിസ്റ്റ് ഡയറക്ടറി ട്രെയിനിങ് പാത്ത് അങ്ങനെയും കൊടുക്കാം. സോ അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് അതിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്നും കാണിക്കില്ല. നേരത്തെ ഞാൻ തെറ്റിച്ച് കൊടുത്തില്ലേ, അപ്പോൾ അതേപോലെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണോ ആ ഒരു ഫയലിൻ്റെ പേര് സെഗ്മെൻറ്റേഷൻ ട്രെയിൻ എന്ന് മാത്രമാണ് ഇവിടെ വരിക. നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇത് അതിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ദെൻ ഏതിലാണ് പാത്ത് സെറ്റ് ചെയ്തേക്കുന്നത് അത് നോക്കാം. പിന്നെ എവിടെയാണ് ആ ഒരു ഇമേജസ് ഫയൽസ് എവിടെയാണുള്ളത് കണ്ട് ചെക്ക് ചെയ്യാൻ നോക്കണമെന്നില്ല. ദെൻ ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് സൈസ്, റീസൈസ് എവറി ഇമേജ്, ബാച്ച് സൈസ്, ഇമേജ് പ്രോസസ്ഡ് ടുഗദർ, കാറ്റഗറിക്കൽ, മൾട്ടിപ്പിൾ ക്ലാസ്സസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ ടാർഗറ്റ് സൈസ് ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിലാണെന്നുണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസിലേക്ക് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബാച്ച് സൈസ് എത്ര എണ്ണം വെച്ച് കൊടുക്കേണ്ടത്, മാക്സിമം 32, 64, 128. ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ 64 128 ഒക്കെ കൊടുക്കാം. അല്ലെങ്കിൽ നോർമലി ബാച്ച് സൈസ് 32 ആണ് കൊടുക്കുക. ദെൻ കാറ്റഗറിക്കൽ എത്ര ക്ലാസ് ഉണ്ടെന്നനുസരിച്ച് ഔട്ടിനനുസരിച്ചിട്ടാണ് എന്താണ് ടൈപ്പ് എന്നുള്ളത് കൊടുക്കേണ്ടത്. ബൈനറി ആണോ കാറ്റഗറിക്കൽ ആണോ എന്നൊക്കെയുള്ള അങ്ങനെ നോക്കി കൊടുക്കാം. ദെൻ ചെക്ക് ക്ലാസ് ലേബിൾസ്. അപ്പോൾ അതിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഡാറ്റ സെറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ. കൊടുത്തിട്ടില്ലേ? ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലേബൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്താണ് ബിൽഡിങ്സിന് 0, ഫോറസ്റ്റിന് 1, ഗ്ലേസിയറിന് 2, മൗണ്ടന് 3, സീക്ക് 4, സ്ട്രീറ്റിന് 5. സോ അന്ന് സാമ്പിൾ ഇമേജസ് ലോഡ് ചെയ്യുകയാണ് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ലേബൽസ് ഇതിന് കൊടുത്തിട്ടില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതന്നെ ഈ ഒരു ഓർഡറിൽ തന്നെയാണോ കിടക്കുന്നത് സാമ്പിൾ ഇമേജസ് ആയിട്ട്. സോ
ഇമേജസ് കോമ ലേബൽസ് നമ്മൾ പൈത്തണിൽ രണ്ടെണ്ണമായിട്ട് എക്സ് കോമ വൈ എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കില്ലേ. എക്സ് കോമ വൈ ഈക്വൽ ടു 10,20 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന് 10ഉം മറ്റേതിന് 20ആണ് വരിക. അപ്പോൾ ഈ മോണത്തെ അതിൻ്റെ ലേബൽസ് ഇല്ലേ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കണം. ഇത് ജസ്റ്റ് സാമ്പിൾസ് ലോഡ് ചെയ്യിപ്പിച്ച് നോക്കുകയാണ്. ഇത് ഫയലിൽ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഓർഡറിലാന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇൻഡെക്സിങ് യൂസ് ചെയ്യില്ലേ. അപ്പോൾ ഇവിടെ ബിൽഡിങ്സിന് 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ഓർഡറിലാണല്ലോ കൊടുത്തേക്കണേ. ആദ്യത്തെ ഇൻഡെക്സിൽ 0, അടുത്ത ഇൻഡെക്സിൽ 1, അടുത്ത ഇൻഡെക്സിൽ 2. ആ ഒരു ഓർഡർ നോക്കിയാൽ മതി അവിടുത്തെ. സോ അത് വെച്ചിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ദെൻ ഇമേജ് ലേബിൾസ്. നെക്സ്റ്റ് ട്രെയിൻ ജനറേറ്റർ എന്ന് പറയുന്നത്. ട്രെയിൻ ജനറേറ്ററിൽ എന്താണ് ആ ഒരു ഫ്ലോ ഫ്രം ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളതില്ലേ. ഇത്രയും പ്രോസസ്സാണ് ഉള്ളത്. സബ്സെറ്റ് ട്രെയിനിങ് വരെയുള്ള ഇത്രയും പ്രോസസ്സ്. അതിൽ ടാർഗറ്റ് സൈസ് ഉണ്ട്, ബാച്ച് സൈസ് ഉണ്ട്, ക്ലാസ് മോഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രെയിൻ ജനറേറ്റർ എടുത്തിട്ട് plt.figure മാറ്റ്പ്ലോട്ട്ലിബ് യൂസ് ചെയ്യുന്നു. ഫിഗർ നെക്സ്റ്റ് ഓരോന്നായിട്ട് ലോഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ വരുന്ന ഈ ഒരു 0, 1 എന്ന് പറഞ്ഞിട്ട് ഓരോ ഓർഡറില്ലേ അതിൽ ഓരോന്നായിട്ട് ലോഡ് ചെയ്യിപ്പിക്കണം. സോ ഫോർ I in range of 9 പിന്നെ നമ്മൾ എന്താ ചെയ്യുക, സബ് പ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യില്ലേ, 3 എണ്ണം 3 എണ്ണത്തിനെ 3 എണ്ണമായിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്യുക. 3 റോസ് പിന്നെ സ്പ്ലിറ്റ് ചെയ്യുക. എടാ ഇതിപ്പം 9 എണ്ണം വരണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു ഫ്രെയിം, ആ ഫ്രെയിമിനെ 3x3 സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 എണ്ണം. സബ് പ്ലോട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ കൊടുത്തായിരുന്നു. പിന്നെ I+1 കൊടുത്തു. അപ്പോൾ ആദ്യം ലോഡ് ചെയ്യിപ്പിക്കും ഇവിടുത്തെ ഇമേജ്. പിന്നെ അടുത്തത് I+1 കൊടുക്കുമ്പോൾ ഇവിടെ സോറി അതൊരു സ്പേസ് കിട്ടും, സ്പേസ് ഇല്ല, ഇങ്ങനെ വരും. പിന്നെ I3 വെക്കുമ്പോൾ അല്ല ഇത് 0, 1, 2. പിന്നെ 2 വെക്കുമ്പോൾ ഇവിടെ സ്പേസ് ഇല്ല, അടുത്തയിലാണ് വന്നത് അങ്ങനെ. അപ്പോൾ 1, 2, 3, 1, 2, 3, 9 വരെ ലോഡാവും. അതാണ് I+1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. മാറ്റ്പ്ലോട്ട്ലിബിൽ ചെയ്ത സംഭവം തന്നെയാണ്. സോ സൈസ് സെറ്റ് ചെയ്തു. ഫോർ I in range of 9 plt.subplot of 3,3 I+1. സോ ആദ്യം 0യിൽ സ്റ്റാർട്ട് ചെയ്യും. 0യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. പിന്നെ എന്താ ചെയ്യേണ്ടത്? plt.imshow images of I. 0ത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേന്ന് ഒരു ഇമേജ് പ്രിന്റ് ചെയ്യിക്കുക. ബിൽഡിങ്സിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? plt.access of still running. റണ്ണായിട്ടെ. സോ ഓരോ ഓർഡറിൽ അതിനെ ഓരോന്നും പ്ലോട്ട് ചെയ്യിപ്പിക്കും. പ്ലോട്ട് ചെയ്യിപ്പിച്ചിട്ട് അടുത്ത നമ്മൾ ANNൽ ബിൽഡ് ചെയ്ത പോലെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ മോഡൽ സീക്വൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂറോൺസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. ആ നെറ്റ്വർക്കാണ് ഇവിടെ ഇനി ക്രിയേറ്റ് ചെയ്യുന്നത്. മോഡൽ ഈക്വൽ ടു സീക്വൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ബിൽഡ് ചെയ്തു. സീക്വൻഷ്യൽ ഇവിടെ കൺവല്യൂഷണൽ 2D എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കേണൽസും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് CNN ബിൽഡ് ചെയ്യിപ്പിക്കുക. കൺവല്യൂഷണൽ 2D എന്ന് പറയും. സോ മോഡൽ ഡോട്ട് ആഡ് എന്താണ് മോഡലിലേക്ക് ആഡ് ചെയ്യേണ്ടത്? കൺവല്യൂഷൻ 2D എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡിൽ 32 ഫിൽറ്റേഴ്സ്, അതിനകത്ത് ആ ഫീച്ചേഴ്സ് എത്രണ്ണം പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഇതില്ലേ, ഇന്നാവുന്ന ഒരു ഫീച്ചേഴ്സ്. കേണൽ സൈസ് 3x3 എത്ര സൈസിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ടോട്ടൽ ഇമേജ് എപ്പോഴും ചെക്ക് ചെയ്യില്ല, കേണൽസ് ആയിട്ടാണ് ചെക്ക് ചെയ്യുക കൺവല്യൂഷന് വേണ്ടിയിട്ട്. ദെൻ ആക്ടിവേഷൻ റെലു. ഇമേജസിൽ എപ്പോഴും പിക്സലിൻ്റെ ആ ഒരു വാല്യൂസ് ഉണ്ടാവുമല്ലോ, ആ പിക്സലിൻ്റെ വാല്യൂസ് അതേപോലെ അങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ
അപ്പോൾ റെയിലു ആണ് ബെറ്റർ. 0 to ഇൻഫിനിറ്റി ആണ് റേഞ്ച്. സോ -0 വന്നാൽ 0 വരും, ബാക്കിയുള്ളത് അതേ വാല്യൂ പാസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ആക്ടിവേഷൻ റെയിലു എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യും. ഇൻപുട്ട് ഷേപ്പ്, അപ്പോൾ ഇമേജസിൻ്റെ 3 എന്താണ് വരിക, 150 × 150 ഹൈറ്റ്, വിഡ്ത്ത്, ഡെപ്ത്ത്. സോ ഹൈറ്റും വിഡ്ത്തും ആ ഒരു 150 സൈസ്, ഡെപ്ത്ത് എന്ന് പറയുന്നത് 6 GB ചാനൽസ് 3 വരുന്നുണ്ട്, 6 GB എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് 3. അപ്പോൾ ഇൻപുട്ട് ഷേപ്പ് 3 പാസ് ചെയ്തു. ദെൻ മോഡൽ ഡോട്ട്, നമ്മൾ നേരത്തെ ഒരു ഡാറ്റ ഫ്ലോ ക്രിയേറ്റ് ചെയ്തായിരുന്നില്ലേ? ഏത്? ആ, അതേ സംഭവം ആ ഒരു ഓർഡറിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഷേപ്പാണ്. ഷേപ്പ് മീൻസ് ഇമേജിൻ്റെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഹൈറ്റ്, വിഡ്ത്ത്,